ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ ഞാനൊരു ഡെക്കോപ്പേജ് പോലെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെക്കോപ്പേജ് ടിഷ്യൂസ് അല്ല. ഇത് നമ്മൾ സാധാരണ റാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രസൻറ്റേഷൻ പേപ്പേഴ്സാണ്. ഇപ്പം നമുക്കത് പ്ലാസ്റ്റിക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് പേപ്പറാണ്. പിന്നെ നമുക്ക് സിസേഴ്സ് വേണം, ഫെവിക്കോളിൻ്റെ പശ വേണം, പിന്നെ ബ്രഷ് വേണം. ഈ 3 കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കളർ ടോൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൽ വൈറ്റ് ഒരു ഹാഫ് ബോട്ടിലും ബ്ലൂ കളറ് ഒരു 2-3 ഡ്രോപ്സും ഗ്രീൻ ഒരു ഡ്രോപ്പുമായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടർക്കോയ്സും അല്ല ഒരു സിയാനും അല്ലാതൊരു കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതാണ് അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്പഞ്ചോ ബ്രഷോ യൂസ് ചെയ്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. നമ്മൾ ഫെവിക്കോളും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് സൊല്യൂഷൻ വെച്ചിട്ടാണ് ഈ ഒരു ടിഷ്യൂ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു പാറ്റേൺ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇറഗുലറായിട്ട്, അതായത് കറക്റ്റായിട്ടൊരു സ്ക്വയറായിട്ടോ സർക്കിളായിട്ടോ കട്ട് ചെയ്യേണ്ട, ഇറഗുലർ ഷേപ്സ് ആയിട്ട് നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു സ്ക്വയർ പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള പാറ്റേൺസ് ഫുള്ള് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഞാൻ 2 സ്ട്രിപ്പും കൂടെ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിലിൻ്റെ നെക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ടിഷ്യൂ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന പാറ്റേൺസ് ഇതിൽ സ്റ്റിക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കതിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അത് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ ആ ഒരു സർഫസിനോട് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാറ്റേൺസും നമുക്ക് ഈ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചേറെ ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺസ് ഞാൻ ഈ ബോട്ടിലേക്ക് സ്റ്റിക്ക് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്യാപ്സിലെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെയിം കളറാണ്. അതപ്പോൾ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സെപ്പറേഷൻ അറിയാതിരിക്കാനായിട്ട് നമ്മൾ ആ കട്ടിങ്ങിൻ്റെ എഡ്ജ് വഴി നമ്മൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു എഡ്ജസ് ഒന്ന് കവറപ്പ് ചെയ്യാനായിട്ട്. ടിഷ്യൂ നന്നായിട്ട് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടിഷ്യൂ ഇളകിപ്പോരുന്നതായിരിക്കും. സോ നമുക്കങ്ങനെ ഫുള്ളും നമ്മുടെ ബോട്ടിൽ ഫുള്ള് നമ്മൾ പെയിൻറ്റ് കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ സെപ്പറേഷൻ അത്ര നന്നായിട്ട് അറിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ക്ലോസപ്പ് വ്യൂ ആണ്. ക്ലോസപ്പ് വ്യൂ ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു കട്ടിങ് നമുക്കങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്. ഡിസ്റ്റൻസ് ആയിട്ടുള്ള വ്യൂവിൽ നമുക്ക് ഒട്ടും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതൊരു നമ്മൾ ഡെക്കോപ്പേജ് ചെയ്ത ഒരു ബോട്ടിലാണ്. നമ്മൾ ആ സ്ട്രിങ് പോലെ കട്ട് ചെയ്തെടുത്തില്ലേ, അതാണ് ഞാൻ ഈ നെക്ക് പോർഷനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഫ്ലവറും കൂടെ അതിൻ്റെ ആ ഒരു ടിപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിൽ ആർട്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ എൻ്റെ ഈ ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇനി മുമ്പോട്ടുള്ള എൻ്റെ ഓരോ യാത്രയിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.